ഗൾഫ് രാഷ്ട്രങ്ങളിൽ ആദ്യമായി കൊറോണ സ്ഥിരീകരിച്ചത് ദുബായാണ്. പിന്നാലെ കുവൈറ്റ്, ബഹ്റൈൻ, ഒമാൻ എന്നിങ്ങനെയുള്ള ഗൾഫ് രാഷ്ട്രങ്ങളിലും കൊറോണ സ്ഥിരീകരിച്ചു. ഇപ്പോഴത്തെ ഗൾഫ് രാജ്യങ്ങളിൽ ആശങ്ക പടർത്തി സൗദി അറേബ്യയിലും COVID-19 സ്ഥിരീകരിച്ചു. ഇതോടെ എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും വൈറസ് ബാധ സ്ഥിരീകരിച്ചതായുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഇറാനിൽ നിന്നും ബഹ്റൈൻ വഴിയെത്തിയ സൗദി പൗരനാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. സൗദിയിൽ മടങ്ങിയെത്തിയിട്ടും ഇറാൻ സന്ദർശിച്ച വിവരം ഇദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നില്ലെന്ന് ആരോഗ്യ മന്ത്രാലയം തന്നെ അറിയിക്കുകയും ചെയ്തു. രോഗബാധയേറ്റ ആളെ മാറ്റിപ്പാർപ്പിച്ചതായും മതിയായ ചികിത്സ ഒരുക്കിയിട്ടുണ്ടെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഇതിനോടൊപ്പം തന്നെ രോഗി ഇടപഴകിയ ആൾക്കാരെ കുറിച്ചും വിശദവിവരങ്ങൾ അന്വേഷിച്ചു വരികയാണ് അധികൃതർ. UAE, ഒമാൻ, ബഹ്റൈൻ, കുവൈറ്റ്, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളിൽ നേരത്തെ തന്നെ COVID-19 കണ്ടെത്തിയിരുന്നു. എല്ലാ രാജ്യങ്ങളിലും ശക്തമായ നിരീക്ഷണ സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഇതിനിടെയാണ് ഇപ്പോൾ സൗദിയിലും വൈറസ് ബാധ സ്ഥിരീകരിച്ചതായുള്ള വാർത്തയും പുറത്തേക്ക് വന്നത്. 290 കേസുകൾ പരിഗണിച്ചതിൽ ഒരാൾക്ക് പോലും വൈറസ് ബാധയില്ലെന്നായിരുന്നു കഴിഞ്ഞ ദിവസം സൗദി ആരോഗ്യമന്ത്രി അറിയിച്ചത് തന്നെ. കാര്യങ്ങൾ നിരീക്ഷിക്കുന്നതിന് 17 വിവിധ അതോറിറ്റികളെ ഉൾപ്പെടുത്തി ഒരു കമ്മിറ്റിയും ഇതിനോടകം തന്നെ സൗദി രൂപീകരിച്ചിരുന്നു. എന്നാൽ അതോടൊപ്പം തന്നെ കൊറോണയ്ക്കെതിരെ കർശന നിർദ്ദേശമാണ് നൽകി വരുന്നത്. കൊറോണ വൈറസുമായി ബന്ധപ്പെട്ട് അഭ്യൂഹം പരത്തരുതെന്ന് അബുദാബി ആരോഗ്യ വിഭാഗം അറിയിക്കുകയുണ്ടായി. താമസ കേന്ദ്രങ്ങളിൽ കൊറോണ വൈറസ് റിപ്പോർട്ട് ചെയ്തുവെന്നത് വ്യാജ പ്രചാരണമാണെന്നും പൊതുജനത്തെ ഭീതിപ്പെടുത്തും വിധമുള്ള ഇത്തരം വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. ഇതോടൊപ്പം തന്നെ UAE-യിലെ കോവിഡ് ബാധിതരുടെ എണ്ണം യഥാസമയം പുറത്തുവിടുന്നുണ്ട്. ഇതുവരെ 21 പേർക്കാണ് കൊറോണ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇതിൽ 5 പേർ രോഗം പൂർണ്ണമായി മാറി ആശുപത്രി വിടുകയും ചെയ്തു. ശേഷിച്ചവരെല്ലാം സുഖം പ്രാപിച്ചു വരികയാണെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അധികൃതർ വിശദീകരിക്കുകയുണ്ടായി. കോവിഡുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഔദ്യോഗിക കേന്ദ്രങ്ങളെ മാത്രമേ ആശ്രയിക്കാവൂവെന്നും വ്യക്തമാക്കി. ലോകാരോഗ്യ സംഘടനയുടെ മാർഗനിർദ്ദേശം അനുസരിച്ച് രോഗം പടരുന്നത് തടയാനായി രാജ്യാന്തര നിലവാരമുള്ള നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്. പൊതുജനങ്ങളുടെ ആരോഗ്യ സുരക്ഷയ്ക്കാണ് മുന്തിയ പരിഗണനയെന്നും സൂചിപ്പിക്കുകയും ചെയ്തു. രോഗികളെയും നിരീക്ഷണത്തിലുള്ളവരെയും പരിചരിക്കുന്നതിനായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന മെഡിക്കൽ സംഘങ്ങളും ഇപ്പോൾ പ്രവർത്തിച്ചു വരികയാണ്. ഇവരുടെ ആരോഗ്യാവസ്ഥ യഥാസമയം വിവരം പുറത്തുവിടുന്നുണ്ടെന്നും പറയുകയും ചെയ്തു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.